നമസ്കാരം. കുവൈറ്റ് ജേണത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ബാല്യകാലത്തിലെ പുലിക്കളിയും വഞ്ചിപ്പാട്ടും പൂക്കളവും കളികളും ഇപ്പോൾ പ്രവാസ ജീവിതത്തിലും കൈവരിക്കുന്നു. നമ്മെ നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാലമാണ് ഓണം. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ആഘോഷം ഇത്തവണത്തെ ഓണത്തെ വർണ്ണാഭമാക്കും. കുവൈറ്റിലെ വിവിധ മലയാളി സംഘടനകൾ കലയും സാംസ്കാരികവും നിറഞ്ഞ ആഘോഷങ്ങൾക്ക് വേദിയൊരുക്കുകയാണ്. പൂക്കള മത്സരങ്ങൾ, പുലിക്കളി, വഞ്ചിപ്പാട്ട്, സംഗീത നൃത്താവതരണങ്ങൾ, ഓണക്യൂസ്, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറും. ഓണാഘോഷത്തിൻ്റെ അതുല്യമായ സൗന്ദര്യം നാട്ടിലെ ഓർമ്മകളിൽ നിറഞ്ഞിരിക്കെ വിദൂരദേശത്തും അതേ ആവേശമാണ് മലയാളികൾ പങ്കിടുന്നത്. ഓണത്തിന് സ്വന്തം നാട്ടിലെ പൂക്കളത്തിൻ്റെ മണവും വയലിലെ കാറ്റിൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിലും പ്രവാസികൾക്ക് സ്വന്തമായൊരു ആവേശമുണ്ട്. കുടുംബങ്ങൾ ഒത്തുകൂടി നാട്ടിൻപുറത്തെ ഓർമ്മകൾ പങ്കുവച്ച് കുട്ടികളെ കൊണ്ട് ഓണക്കളികൾ കളിപ്പിച്ച് കുവൈറ്റിൻ്റെ മണലിൽ പോലും അവർ കേരളത്തിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നു. ഓണത്തിൻ്റെ ഹൃദയം സദ്യയാണ്. 20-25 വിഭവങ്ങളോടുകൂടിയ ഓണസദ്യകളാണ് പ്രമുഖ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമായി ഒരുങ്ങുന്നത്. ചില ഹോട്ടലുകൾ കൂട്ടായ്മകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഹോം ഡെലിവറി സദ്യയും അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ റെസ്റ്റോറൻറ്റുകളിൽ ഇതിനകം തന്നെ സദ്യയുടെ പാഴ്സൽ ബുക്കിങ്ങുകളും ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണ നൃത്തമാടി. വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണ നൃത്തമാടി. തൻ ഭംഗിയോരും ബാലം കയ്യിൽ കൊമ്പും കുഴലും ഇടം കയ്യിൽ പാമ്പിന്റെ വാലും പശുമയ്ക്കാനൻ പേരും പോലും ഈ പണ്ണമങ്ങൻ പൂടുതരം പൂടരസം പൂണ്ടുപരം പുരുഷ നർത്തന ഭംഗിയതെത്ര മോടി ആത്മാത്ര ദേവാദികൾ എത്ര കൂടി.
ഓണത്തിന് മുന്നോടിയായി കുവൈറ്റിലെ ഹൈപ്പർ മാർക്കറ്റുകളിലും സ്റ്റോറുകളും പൂർണ്ണമായും ഓണക്കാലത്തിൻ്റെ നിറപ്പകിട്ട് നേടിയിരിക്കുന്നു. അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ, സദ്യയ്ക്കായി പ്രത്യേക ഗ്രോസറി ഓഫേഴ്സ്, പ്രാദേശിക ഭക്ഷ്യോൽപ്പന്നങ്ങളും ഓണച്ചന്തകളും, ഓണപ്പുടവ, കസവ് സാരി, മുണ്ട് എല്ലാം ഓഫറുകളോടെ വിപണികളെ ഓണക്കാലത്തിൻ്റെ വേദിയാക്കി മാറ്റിയിരിക്കുന്നു. ഓണം ഒരു ഉത്സവമല്ല, അതൊരനുഭവമാണ്. നാടിൻ്റെ പച്ചപ്പില്ലെങ്കിലും പ്രവാസികൾക്ക് സ്വന്തമായൊരു ഓണനാട് ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. കുടുംബങ്ങൾ ഒത്തുകൂടി കുട്ടികൾക്ക് ഓണക്കളികൾ കളിപ്പിച്ച് നാട്ടിൻപുറത്തിൻ്റെ ആത്മാവിനെ പങ്കിടുന്നു. പ്രവാസ ജീവിതം എത്ര തിരക്കേറിയതായാലും ഓണം മലയാളികൾക്കെന്നും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിഹ്നമാണ്. നാട്ടിൻപുറത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ചേർത്ത് പിടിച്ച് കവിതയും കലയും സദ്യയും കൂട്ടായ്മകളും നിറഞ്ഞ് കുവൈറ്റിലെ പ്രവാസി മലയാളികൾ മഹോത്സവമായ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ന്യൂസ് അപ്ഡേറ്റ്. NSS കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മികച്ച പ്രകടനമാണ് വേദിയിൽ മാറ്റുരച്ചത്. മലയാള മിഷൻ ആഗോളതലത്തിൽ നടത്തുന്ന സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ ഭാഗമായ മേഖലാതല മത്സരം NSS കുവൈറ്റ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വിജയകരമായാണ് പര്യവസാനിച്ചത്. ONV കവിതകളെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഭവൻ സ്കൂൾ സംസ്കൃത വിഭാഗം മേധാവി സുനിൽ മേനോന്റെയും കേംബ്രിഡ്ജ് സ്കൂൾ പ്രിൻസിപ്പൽ ഭവിത ബ്രൈറ്റും വിധികർത്താക്കളായി പങ്കെടുത്തു. NSS കുവൈറ്റ് പ്രസിഡന്റ് കാർത്തിക് നാരായണൻ, ജോയിന്റ് സെക്രട്ടറി അനീഷ് ശിവൻ, ട്രഷറർ ശ്യാംജി നായർ, വനിതാ സമാജം കൺവീനർ ദീപ്തി പ്രശാന്ത്, മലയാള മിഷൻ കോർഡിനേറ്റർ കമൽ രാധാകൃഷ്ണൻ തുടങ്ങിയ വിവിധ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 171 ഗുരുജയന്തിയും ഓണാഘോഷവും ആഘോഷിക്കാൻ ഒരുങ്ങി ശ്രീനാരായണ ഗുരു മിഷൻ UK. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു മിഷൻ UK വലിയ ആഘോഷങ്ങളോടെയാണ് ഗുരുജയന്തിയും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നത്. 16 ബാർക്കിംഗ് റോഡിലെ മിഷൻ സെന്ററിൽ വൈകിട്ട് 3 നടക്കുന്ന പരിപാടിയിൽ വർക്ക് ആൻഡ് പെൻഷനേഴ്സ് വകുപ്പിന്റെ സ്റ്റേറ്റ് മന്ത്രി സ്റ്റീഫൻ സ്റ്റീംസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ അലക്സ് ഗാത്ത് മുഖ്യപ്രഭാഷണവും നടത്തും. ഗുരു മിഷന്റെ കലാവിഭാഗമായ ഗുരുപ്രഭയ്ക്കു വേണ്ടി യൂത്ത് ഫോറം അംഗവും കലാകാരിയുമായ സോന്യ അരുൺ രചനയും സംവിധാനവും ചെയ്ത് അവതരിപ്പിക്കുന്ന ഹോം കമ്മിങ്, ശശി എസ് കുളമട സംവിധാനം ചെയ്തിരിക്കുന്ന ഗുരുവന്ദനം, ഗുരുപ്രഭയുടെ നൃത്തസംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര, സംഗീത നൃത്തം ഉൾപ്പെട്ട മറ്റ് അവതരണങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓണം ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യ ഈസ്റ്റ് ഹാമിൽ സെപ്റ്റംബർ 14 ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ കർണാടക ഘടകത്തിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഭാരത് ഷെട്ടിഗർ, ജനറൽ സെക്രട്ടറിയായി ആശിഷ് ഷെട്ടി, ട്രഷററായി ലക്ഷ്മീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് സുമൻ ഷെട്ടി, കൾച്ചറൽ സെക്രട്ടറി ശ്രീനാഥ് പ്രഭു, സ്പോർട്സ് സെക്രട്ടറി വിഷുകുമാർ, വെൽഫെയർ രാജേഷ് ഹഡ്ദെ,
PRO പ്രശാന്ത് കുന്ദേർ വനിതാ വിംഗ് കൺവീനറായി സുപ്രിയ ഷെട്ടിയെയും ചുമതലയേറ്റു. രാജ് ഭണ്ഡാരി, വിജയ് കൈരാങ്ങൽ, സവിനയ് എന്നിവരാണ് ഉപദേശക സമിതി അംഗങ്ങൾ. പുതിയ ഭാരവാഹികൾക്ക് ഭാരതീയ പ്രവാസി പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം ആശംസകൾ അറിയിച്ചു. ജഹറ ഹോസ്പിറ്റൽ മലയാളി നഴ്സസ് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജഹറ ഫെസ്റ്റ് എന്ന പേരിൽ അബ്ബാസിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, ഗാനമേള തുടങ്ങിയ പരിപാടികളോടൊപ്പം ഓണസദ്യയും നടന്നു. കുവൈറ്റിൽ അന്തരിച്ച തിരുവനന്തപുരം സ്വദേശി ജയകുമാറിന് വിവിധ സംഘടനകൾ അനുശോചന യോഗങ്ങൾ സംഘടിപ്പിച്ചു. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒട്ടേറെ പേരാണ് പങ്കുവച്ചത്. നീണ്ടകാലം കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ AP ജയകുമാറിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ജയകുമാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. വിവിധ മലയാളി സംഘടനകളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികളിലെ നേതൃത്വം, വിവിധ ആഘോഷ പരിപാടികൾ എന്നിവയിലെല്ലാം അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷെ ജയകുമാറേട്ടന് സാധാരണ പോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് സംഘടന എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനിൽ കൂടിയെങ്കിലും, അതുപോലെ തന്നെ കോവിഡ് മഹാമാരി സമയത്ത് കുവൈറ്റിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ പ്രവർത്തകർ ഭക്ഷ്യസാധനങ്ങളും മെഡിക്കൽ കിറ്റുകളും ഒക്കെ വിതരണം ചെയ്യുന്നതിൻ്റെ നേതൃത്വം ജയകുമാറേട്ടൻ ഈ പ്രായത്തിൽ വളരെ ഊർജ്ജസ്വലതയോടെ കൈകാര്യം ചെയ്യുകയും ആ കോവിഡിൻ്റെ സമയത്ത് തന്നെ കുട്ടികളും അതുപോലെ തന്നെ വീട്ടമ്മമാരും ഒക്കെ വീടുകൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് കുടുംബ സംഗമങ്ങൾ, ഓണാഘോഷം മുതലായ പരിപാടികളൊക്കെ കുട്ടികൾ വീട്ടിൽ തന്നെ ഡാൻസ് ഒക്കെ ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഓണം പ്രോഗ്രാം നമ്മൾ ലൈവായിട്ട് കാണുന്നതിനെക്കാട്ടി ആസ്വദിച്ച് നമ്മളെല്ലാം കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ സാധ്യതകളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മളെ പ്രോത്സാഹനം തന്നെ ചെയ്യാൻ പറഞ്ഞു. ജയകുമാർ നിരവധി സംഘടനകളുടെ സാരഥ്യമായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിന്റെ പ്രസിഡന്റ്, ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ ഏരിയ വൈസ് പ്രസിഡന്റ്, ടെക്സാസിന്റെ ഉപദേശക സമിതി അംഗം എന്നിവയടക്കം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. ഇവയിലൂടെ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഏറെ പ്രസക്തമായിരുന്നു. ജയകുമാറിന്റെ സ്മരണയിൽ വിവിധ സംഘടനകളായ നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റ്, ഭാരതീയ പ്രവാസി പരിഷത്ത്, ടെക്സാസ് കുവൈറ്റ് തുടങ്ങിയ സംഘടനകൾ അനുശോചന യോഗം സംഘടിപ്പിക്കുകയും സഹപ്രവർത്തകരും കൂട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്ത് ജയകുമാറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. യോഗത്തിൽ ജയകുമാറിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഓർമ്മിപ്പിച്ച് സമുദായത്തിന് നൽകിയ സംഭാവനകളും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും വിശേഷിപ്പിച്ചു. കാലഘട്ടങ്ങളിൽ ഓംബയിലൂടെ വന്നു. പിന്നെ NSS കുവൈറ്റിന്റെ രൂപീകരണം മുതൽ NSS കുവൈറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം NSSൽ 2 അവിഭക്ത ഘടകങ്ങളായി നിന്നപ്പോഴും നമ്മളെ എല്ലാ സ്ഥലത്തും പ്രചോദനം നൽകി. യോഗത്തിൽ പങ്കെടുത്തവർ ഒരുമിച്ച് പഴയകാല സ്മരണകളിലൂടെ യാത്ര ചെയ്തു. ജയകുമാറിന്റെ സഹകരണ മനോഭാവവും സ്നേഹപരമായ സമീപനവും എല്ലാവർക്കും പ്രചോദനമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, കൂട്ടായ്മ, സാംസ്കാരിക പരിപാടികളിലെ നേതൃത്വം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെന്നും യോഗത്തിൽ വ്യക്തമാക്കി. പുതിയ തലമുറയിലേക്ക് മികച്ച മാതൃക നൽകുകയും സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും പ്രചരിപ്പിക്കുകയും ചെയ്ത ജയകുമാറിന്റെ ഓർമ്മകൾ യോഗത്തിൽ പങ്കുവച്ചു. പങ്കെടുത്തവർ അദ്ദേഹത്തിന്റെ ജീവിതവും സേവനവും അനുസ്മരിച്ച് സ്നേഹം പങ്കുവച്ചു. മലയാളി അസോസിയേഷൻ ഓഫ് UK ഓണം മഹോത്സവമായ പൊന്നോണം 2025 13 നടക്കും. ബാർക്കിങ്ങിലെ ഈസ്റ്റ്ബറി കമ്മ്യൂണിറ്റി സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഗായിക മഞ്ചരിയുടെ സംഗീത നിശ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിവിധ കലാപരിപാടികളോടൊപ്പം നൃത്തപരിപാടിയും അരങ്ങേറും. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. അസോസിയേഷൻ മുൻ രക്ഷാധികാരിയും അസോസിയേഷൻ രൂപീകരണ സമിതിയിലെ അംഗവുമായ ഹമീദ് കേളോത്തിനും
പത്നി ആയിഷയ്ക്കുമാണ് യാത്രയപ്പ് നൽകിയത്. പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരിമാരായ നജീബ് ടി.കെ, സിറാജ് എരഞ്ഞിക്കൽ, മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School, Kuwait. Today, in this quizzing compact, we have the category of grade 9s to 12. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. Now we go to the last round, the final round, the fifth round, based on current affairs. Question number 1 to Team A. This human skeleton, shown from the waist down, from the island of Borneo, bears evidence that the lower left leg was amputated roughly 31,000 years ago. Name the method by which scientists were able to calculate the age of the skeleton. Carbon dating. Carbon dating. Yeah, correct answer. Well done, well done. Carbon 14 dating, the correct answer. But you gave the correct answer. We accept. Well done. Next question to Team B. Name the woman who is leading Gaganyaan mission. Is it Ritul Srivastava? Sorry, your answer is incorrect. The correct answer is V.R. Lalithampika. V.R. Lalithampika is the correct answer. Question 3 to Team C. Team C, are you ready? So this is the question. The image shows the first ever image of a black hole captured by the Event Horizon Telescope project in 2019. What is the name of the galaxy where the supermassive black hole is located? Yeah, is the answer the Milky Way? Sorry, your answer is incorrect. Next question is to Team D. Name the country where Hindi radio broadcasting started for the first time recently on April 21st, 2024. Is it Belgium? Belgium? Your answer is wrong. If I give the answer, you'll be surprised. The correct answer is Kuwait. Now we go to the second round of current affairs. The first question in the second round is to Team A. In 2024, paleontologists announced the discovery of a new species of dinosaur named Pherosaurus sastutensis. In which country was this dinosaur discovered? Name the country. Your time starts now. Brazil. Brazil? Sorry, your answer is wrong. So it is a country in Northern America. It is Canada. Okay, now we go to the next question to Team B. Ashwini Vaishnav, Union IT Minister of India, announced that semiconductor manufacturer Micron Technology, which is setting up its plant in India. Micron is set to establish India's first semiconductor plant in which state? Name the state. I think the state is Gujarat. State of Gujarat. Your answer is not incorrect. That means your answer is correct. You get 10 points. Name the research institute in India that developed synthetic antigen that can boost antibody production against cancer cells. IISc? No, the correct answer is Indian Institute of Science. Indian Institute of Science. The last question in the segment is to Team D. Who was named by the Time magazine as Person of the Year for 2023? Person of the Year 2023 by the Time magazine. 10 seconds remaining. Is it Avantika? Avantika. Your answer is wrong. I'll give the answer. The correct answer is Elon Musk. Who is Elon Musk? Yes, Team C, do you know who Elon Musk is? Keep your mic, please. Yeah. Is it
billionaire who owns multiple companies. Multiple companies. Like Tesla. Tesla. Okay, correct answer. All the 5 rounds are over. Now the final results are ready. Team A with 50 points, Team B with 50 points, Team C 40 points, Team D 40 points. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.